ഈദിനൊക്കെ മെയിനായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഡെസേർട്ടാണ് ഈ ഒരു കിണ്ണത്തപ്പം. ഇതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് സോണ മസൂരി റൈസ് നന്നായിട്ട് കഴുകി 4-5 മണിക്കൂറൊന്ന് കുതിർത്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ ഒരു അരി എടുത്തിട്ടുള്ള അതേ അളവിനാണ് കേട്ടോ പിന്നെ പഞ്ചസാരയും തേങ്ങാപ്പാലും എടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം വേണം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര, 1 മുട്ട, 5-6 ഏലക്ക, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള 2 കപ്പ് തേങ്ങാപ്പാൽ. മൊത്തത്തിൽ ഒരു 3 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ ബാക്കിയുള്ള 2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഒട്ടും തരി കാണാനായിട്ട് പാടില്ല. അതിനുശേഷം ഒരു 2-3 തവണ ഒന്നും കൂടെ നൈസ് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. അപ്പോഴേ നമ്മൾ വിചാരിക്കുന്ന ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയും ടെക്സ്ചറൊക്കെ ഈ ഒരു കിണ്ണത്തപ്പത്തിന് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് ഇഡ്ഡലി ചെമ്പിലോട്ട് വെള്ളം വെച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ആ ഒരു ഇഡ്ഡലിക്ക് നമ്മൾ റെഡിയാക്കുന്ന ഒരു തട്ടൊന്ന് കമഴ്ത്തി വെച്ചെടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഒഴിച്ചിട്ടുണ്ടല്ലോ, അടച്ച് വെച്ചിട്ട് 25 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണേ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കണം. അതിനുശേഷം ഒന്ന് പുറത്തോട്ട് എടുത്ത് വെക്കണം കേട്ടോ. നമ്മൾ ആദ്യം കാണുമ്പോൾ ഇത് റെഡി ആയിട്ടില്ല എന്ന് തോന്നും, പക്ഷേ തണുത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രം നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ.